ഹായ് ഗൈസ്, DSB Mala 25ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, വേറൊന്നുമല്ല, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് DJI Action 4ന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോന് കുറച്ച് ക്ലാരിറ്റി കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് വാങ്ങിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. DJIയുടെ Action 4. ഇപ്പോൾ Action 5 ഒക്കെ നിലവിൽ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ നമ്മൾ വാങ്ങിച്ചത് DJI Action 4 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ അൺബോക്സിംഗിൽ ഇതിനുള്ളിൽ എന്തൊക്കെയാണുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളതെന്ന്. കാരണം ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചായതുകൊണ്ട് ഇതിൽ ക്യാമറയാണോ കല്ലാണോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. ആദ്യം നമുക്കിതിൻ്റെ ആക്സസറീസ് നോക്കാം. എന്തൊക്കെയാണ് DJI Action 4ൽ എനിക്ക് സ്റ്റാൻഡേർഡ് കോംബോയിൽ തന്ന ആക്സസറീസാണ്. ഒരു ചാർജിങ് കേബിൾ ഉണ്ട്, പിന്നെ നമ്മൾ സ്ക്രൂ ടൈറ്റ് ചെയ്യുന്നൊരു സ്ക്രൂ ഉണ്ട്, അതായത് സ്റ്റാൻഡിൽ ടൈറ്റ് ചെയ്യുന്ന സ്ക്രൂ. പിന്നെ അതിൻ്റെ കേസാണുള്ളത്, കേസും പിന്നെ ഒരു ബാറ്ററി ഉണ്ട്. ഒരു ബാറ്ററി എനിക്ക് തന്നില്ലു കേസ്. അപ്പം ഇത് ക്യാമറേൻ്റെ ക്യാപ്പാണ് കേട്ടോ. പിന്നെ കുറച്ച് എന്തൊക്കെയോ സാധനം ഉണ്ടായിരുന്നു, എനിക്കതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഇത് കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനുള്ളത് ഇത് എനിക്കില്ല ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇത് കുറച്ച് DJIൻ്റെ കുറേ സ്റ്റിക്കർ ഉണ്ടായിരുന്നു, അത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, അതൊക്കെ മാറ്റി വെക്കാം. പിന്നെ അതാണ് നമ്മുടെ ക്യാമറേൻ്റെ കൂടെ വേറെ ഒന്നും ഉണ്ടായില്ല, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേസ്. അപ്പം ഇതാണ് ക്യാമറ. സ്റ്റിക്കറൊക്കെ നമ്മൾ പൊളിച്ച് കളി മാറ്റി. എന്തെന്നായാലും നല്ലൊരു ക്യാമറ എന്ന് വിചാരിക്കാം. ഇത് വാങ്ങാൻ പ്ലാനുള്ള ആൾക്കാർ സൂക്ഷിച്ച് കണ്ട് വാങ്ങിക്കും. ഇതിൻ്റെ ഒരു അഡ്വഞ്ചർ കോംബോ ഉണ്ട്, അത് വാങ്ങിച്ചാൽ മതി നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ. കാരണം എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് DJIയുടെ ഈ ഒരു സ്റ്റാൻഡേർഡ് കോംബോ വാങ്ങുന്നതിനെക്കാട്ടും നല്ലത് അഡ്വഞ്ചർ കോംബോ ആണ് വാങ്ങുന്നതാണ് നല്ലത്. ചെറിയൊരു പ്രൈസിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഒരു 10,000 രൂപയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൽ ഇതിൻ്റെ സ്റ്റിക്കും പിന്നെ നമ്മുടെ 3 ബാറ്ററി കേസ് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് നിങ്ങളിനി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ. ഇനിയിപ്പോൾ എല്ലാവരും 5 Pro ആയിരിക്കും വാങ്ങിക്കുന്നുണ്ടാവുക, Action 5 Pro ആയിരിക്കും ഇനി എല്ലാവരും വാങ്ങിക്കുന്നുണ്ടാവുക. കാരണം ഇതൊരു പഴയ മോഡലാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതല്ലേ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഓപ്ഷനിൽ നിന്നായത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. അപ്പം ഇതൊരു മാഗ്നറ്റിക്കാണ് കേട്ടോ. ഇത് മാഗ്നറ്റിക്കാണ്. അതിൽ നമുക്ക് അതായത് നമ്മളെ ട്രൈപോഡിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള മാഗ്നറ്റിക് ഹൂക്കാണത്. ഇതാണ് നമ്മുടെ DJIയുടെ Action 4. ഇത് പാക്കിങ്ങിൽ നമ്മൾ പൊളിച്ചത് നിങ്ങൾ കണ്ട് അടിപൊളിയായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ല, കാരണം നമ്മൾ ഈ വക സാധനം നമ്മൾ വാങ്ങിക്കുന്നില്ല. പക്ഷേ നമുക്ക് ഇപ്പോൾ അങ്ങനത്തെ സാഹചര്യമാണ്, ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകുന്നുള്ളൊരു, അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ എനിക്ക് വലിയൊരു ഐഡിയ ഒന്നും ഇല്ല ഇത് എങ്ങനെയാണ് ഇതിൻ്റെ വേരിയബിൾ. പക്ഷേങ്കിൽ Action 5 Pro ഇറങ്ങിയത് ഞാൻ അറിയും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തെന്നായാലും നല്ലതായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കല്ലേ. അപ്പം കൂടുതലായിട്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഞാൻ കൂടുതലായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരാളാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ അതിനെ കൂടുതലായിട്ട് അനലൈസ് ചെയ്യും. നമ്മളിപ്പോൾ ആമസോൺ, പിന്നെ അതുപോലത്തെ ഫ്ലിപ്കാർട്ട്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ചെക്ക് ചെയ്യും. പിന്നെ ഇൻസ്റ്റോറിൽ നമ്മൾ ചെക്ക് ചെയ്യും ഇതിന് എത്രയാണ് റേറ്റ് വരുന്നത്. നമ്മളിപ്പം കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ നമുക്ക് എത്രയാണ് റേറ്റ് വ്യത്യാസമൊക്കെ നമ്മൾ നോക്കും. പക്ഷേ ഇതിൽ ഞാൻ ഒന്നും നോക്കിയിട്ടൊന്നുമില്ല. ഞാനിപ്പോൾ ഓൺലൈനിൽ കണ്ടു, ആ റേറ്റിന് ഇത് വാങ്ങിച്ചു. ഇതിൻ്റെ ഞാൻ പറയുന്നത് എത്ര വോയിസ് എത്ര ക്ലിയർ ആവുന്നത്, പക്ഷേ മൈക്ക് ഇല്ലാത്തതുകൊണ്ട് ക്ലിയർ ആവുമെന്ന് അറിയില്ല. എന്തെന്നായാലും ഈ സാധനം വാങ്ങി. ഇത്രയും സാധനമാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയത്. ഇതിൻ്റെ ഒരു കേസ് ഉണ്ട്, പ്രൊട്ടക്റ്റീവ് കേസ് ഉണ്ട്. അതിന് ശേഷം പിന്നെ ഇതൊരു മാഗ്നറ്റിക് ഇതാണ് ഹുക്ക. ഇതിൻ്റെ ബാക്കിൽ ഇതിങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് മാഗ്നറ്റിക് ആണോ കാണാൻ പറ്റുന്നുള്ളൂ, മാഗ്നറ്റിക് ആണ്. അപ്പോൾ ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിനകത്ത് കൊണ്ടിടാൻ വേണ്ടിയിട്ട്. എൻ്റെ പൊന്നെ ഭയങ്കര ഒരു മാഗ്നറ്റിക് ആണോ.
വിജയ് എന്തൊക്കെയാണ് ഈ ഒരു ക്യാമറയിൽ എന്നുള്ളത് ഭയങ്കര ഒരു സിസ്റ്റമാണ് കേട്ടോ. എന്തെന്നായാലും നല്ലൊരു ഇതാണ്. ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. ഇത് ഞാൻ UAE നിന്ന് വാങ്ങിച്ചത്. ദുബൈയിലെ ലിങ്കിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ വേണ്ട ആൾക്കാർ പോയി വാങ്ങിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ നൈറ്റ് വിഷൻസും നൈറ്റിലൊക്കെ ഭയങ്കര ലോ ലൈറ്റിലൊക്കെ ഭയങ്കര പെർഫോമൻസ് ആണെന്നാണ് നിലവിൽ ഉള്ള യൂട്യൂബേഴ്സും പിന്നെ വ്ളോഗേഴ്സും പിന്നെ എന്താ പറയുക ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും പറയുന്നത് ഭയങ്കര അഭിപ്രായമാണ്. അതുകൊണ്ടും ഒക്കെയാണ് ഞാനിത് വാങ്ങിക്കാനുള്ള പ്രത്യേകിച്ച് കാരണം. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ ഇതിൻ്റെ ലോ ലൈറ്റിലുള്ള പെർഫോമൻസും ഡേ ലൈറ്റിലുള്ള പെർഫോമൻസും നിങ്ങൾക്ക് കാണിച്ചു തരാം. സമയമായിട്ടില്ല. ഇതിൻ്റെ മെമ്മറി കാർഡ് എൻ്റെ കയ്യിലില്ല. ഞാൻ മെമ്മറി കാർഡ് നാളെ വാങ്ങിച്ചിട്ട് അതിനുശേഷം ഇതിന് വേറൊരു വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കൂടെ സെറ്റ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.